നേരെന്ന് സിനിമ വരുമ്പോൾ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷയുണ്ട്. അത് പ്രസ് മീറ്റിൽ കൃത്യമായി പറഞ്ഞു. അതിൽ കിടന്ന് പ്രതീക്ഷ വേണ്ട, ഒരു ചെറിയ സിനിമ നിങ്ങൾക്ക് തരുന്നു, ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ലാലേട്ടൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? കഴിഞ്ഞ സിനിമകളുടെ വിജയം, അപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്താണല്ലോ പല സിനിമ. പക്ഷെ കഴിഞ്ഞ സിനിമയെ പോലൊരു സിനിമയല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ദൃശ്യം പോലത്തെ ഒരു സിനിമ എന്ന് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അങ്ങനത്തെ സിനിമയല്ല. ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക്, മറ്റേതും റിയലിസ്റ്റിക് എന്നല്ല പറയുന്നത്. ഇത് കുറച്ചുകൂടെ പിന്നെ ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ കോടതികൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മളൊരു കോടതിയുടെ സെറ്റ് ഇട്ടിട്ട് ഒരു സാധാരണ നമ്മുടെ സിനിമയിലെ കോടതികൾ പലതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും കറക്റ്റല്ല. സിനിമയ്ക്ക് വേണ്ടിയുള്ള കോടതികളാണ്. അതുകൊണ്ട് ആൾക്കാർ അതിൻ്റെ മുഖവിലേക്ക് അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സിനിമ എന്ന് പറയുന്നത് ശരിക്കൊരു കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കോടതിയുടെ സെറ്റ് ഇടുകയും അതിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 to 75% ഈ സിനിമ കോർട്ടിൻ്റെ അകത്താണ് നടക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു 10-20% ആ കോർട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് നോക്കിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് അയ്യോ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം പിന്നെ വളരെ സോഷ്യൽ ഒരു കമ്മിറ്റ്മെൻറ്റും കൂടാണ് ഈ സിനിമ. കാര്യം നമുക്കൊരു സാധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന ഒരു ക്രൈമാണ്, വ്യത്യസ്തമായൊരു ക്രൈമിനെ നമ്മളതിൻ്റെ ക്രിമിനലിനെ ചെയ്ത ആളെ പിടിക്കുകയും അയാൾ കോർട്ടിലേക്ക് വരികയും അത് തെളിയിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതെങ്ങനെ തെളിയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കഥ. തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന് ഇത് ഇഷ്ടമാകും. കാര്യം ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കഥയാണ്. മറ്റു പല സിനിമകളിലും വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇത് ലോകത്തിലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു ക്രൈമാണ്. പക്ഷേ ഈ സിനിമയിൽ ആ ക്രൈമിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് ഈ സിനിമയുടെ ക്യാച്ച്. അയാൾ അതിലെ കഥാപാത്രം, ഇതിലങ്ങനെ ഒരു ഹീറോ വില്ലൻ ഹീറോയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ഈ സിനിമ. അതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ഇമോഷനിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. സത്യം തെളിയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യം തിയേറ്ററിൽ പോയി കാണാം. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ടത്. ലാലേട്ടൻ തുടങ്ങി വെച്ചാൽ ഓരോ സിനിമയുടെ വിജയം തന്നെയാണ് വീണ്ടും വീണ്ടും പ്രേക്ഷകർ നമ്മൾ ഇഷ്ടപ്പെടുന്ന വിജയം തന്നെയാണ്. ഓരോ സിനിമയുടെ വിജയം തന്നെയാണ്. വിജയപരാജയം തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. നമ്മൾ ആരുമല്ല വിജയപരാജയം തീരും. ലാലേട്ടൻ ഇപ്പോൾ പറഞ്ഞു വെച്ചെന്നാലും ഒരു കോർട്ടിൻ്റെ ഉള്ളിലെ ഡ്രാമ അല്ലേ. നമ്മൾ പറഞ്ഞു ഒത്തിരി കോടതി പ്രതിവാദങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കോടതിയിൽ വാദപ്രതിവാദം സിദ്ദീഖയുടെ ഒത്തിരി സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിദ്ദീഖ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വേറിട്ടതായി നിൽക്കുന്നു എന്നാണ് എനിക്ക് ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലായത്. അത് എങ്ങനെയാണ് ഈ സിദ്ദീഖയുടെ കഥാപാത്രമാണ്? അല്ല, സിദ്ദീഖ് വളരെ ശക്തമായൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് എപ്പോഴും ഒരു കോടതിയിൽ വരുമ്പോൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ വരുന്നത്. അത് അദ്ദേഹം ജയിക്കുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടുമ്പോഴേ അറിയുള്ളൂ. പക്ഷേ വളരെ ഒരു സീസൺഡ് ലോയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പക്വതകളും അതിൻ്റേതായിട്ടുള്ള മാനറിസങ്ങളും കാര്യങ്ങളും മറ്റ് സിനിമകളിലെ ലോയറെ പോലെ അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കൊരു കോർട്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ളൊരു അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഈ സബ്ജക്റ്റിന് അത്തരത്തിലുള്ള ഒരു പെർഫോമൻസും അത്തരത്തിലുള്ള ഒരു ഒരു ധാരണയും വേണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.